അങ്ങനെ നമ്മുടെ രേവതിയുടെ അമ്മ പറയുന്നുണ്ട്, അച്ഛനില്ലാത്ത ഈ വീട്ടിൽ ഈ കുടുംബം മുഴുവനെ നോക്കി നടക്കുന്നത് എൻ്റെ സച്ചി മോനാ. അതുകൊണ്ട് അവന് ഇഷ്ടമില്ലാത്തത് ഈ കുടുംബത്തിൽ ഒന്നും നടക്കാൻ പാടില്ല, അത് ഞാനൊട്ട് നടത്താൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതിയുടെ അമ്മ ദേഷ്യപ്പെട്ടിട്ട് പോകുന്നുണ്ട്. എന്തായാലും നമ്മുടെ ദേവുവാണെങ്കിലോ വല്ലാതെ വിഷമിച്ചിരിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ രേവതി റൂമിൽ പോയിട്ട് പറയുന്നുണ്ട്, നീ വിഷമിക്കേണ്ട മോളെ, ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ട ആളെ കല്യാണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം അവൾക്കുണ്ട്, നമുക്ക് എങ്ങനെയെങ്കിലും ഈ കല്യാണം നടത്തിയെടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ദേവുവിനെ സമാധാനിപ്പിച്ചിട്ട് പോകുന്നുണ്ട്. എന്നിട്ട് നമ്മളെ രേവതി നേരെ ചെല്ലുന്നത് നമ്മളെ സച്ചി എടുത്തിക്കാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, നിനക്ക് മനസ്സിലാവാഞ്ഞിട്ടാ രേവതിയെ, അവൾക്ക് അവളുടെ ജീവിതം ഒരിക്കലും അവൻ്റെ ഒപ്പം സന്തോഷം ഉണ്ടാവില്ല, അവനൊരു നല്ല ആളല്ല എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ രേവതി സച്ചിയോട് പറയുന്നുണ്ട്, സച്ചി ഏട്ടാ, ഒരു പെണ്ണിന് ഇഷ്ടപ്പെട്ട ആളുടെ ഒപ്പം ജീവിക്കേണ്ടതാണ് ഏറ്റവും സന്തോഷമായ ജീവിതം എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സച്ചി പറയുന്നുണ്ട്, എന്നിട്ടാണോ നീ എൻ്റെ ഒപ്പം കല്യാണം കഴിച്ചത്, നീ എന്നെ ഇഷ്ടപ്പെടാതെയല്ലേ കല്യാണം കഴിച്ചത്, എന്നിട്ട് ഇപ്പം നമ്മുടെ ജീവിതത്തിന് എന്താ കുഴപ്പമെന്ന് ചോദിച്ചിട്ട് ഉള്ളിൽ പോകുന്നുണ്ട്. എന്തായാലും നമ്മുടെ രേവതി ആണെങ്കിൽ ആകെ സങ്കടത്തിലാവുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എന്തായാലും നമ്മുടെ അരുണാണെങ്കിലോ നമ്മുടെ ദേവുവിനെ വിളിക്കുന്നുണ്ട്, എങ്ങനെയെങ്കിലും ഒന്ന് കോംപ്രമൈസ് ആക്കുക. ആ സമയത്ത് നമ്മുടെ ദേവു ആണെങ്കിൽ ഒരിക്കലും ഫോൺ എടുക്കണില്ല. അവളുടെ അമ്മയുടെ സമ്മതം കിട്ടാതെ അവൾ ഒരിക്കലും ഫോൺ എടുക്കില്ല എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.